അപ്പം നമ്മൾ കറങ്ങി അടുത്തൊരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രം എന്നാണ് ആ ബീച്ചിൻ്റെ പേര്. ഒരു രസമുള്ള ബീച്ചാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന റിസോർട്ടാണ്. നമുക്ക് ആ ബീച്ചിലേക്ക് പോവാം. ഒരു ചെറിയ പാലമൊക്കെ അവരവിടെ ഇട്ടിട്ടുണ്ട്. മന്ത്രം ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കേട്ടോ, ഒരു പാലം മാത്രമല്ല. ഇത് കണ്ടോ, അവിടെ എല്ലാം പാലങ്ങളുണ്ട്. നല്ല മനോഹരമായ പാലമാണത്. ആ പാലത്തിൻ്റെ അവിടുത്തെ കൂടെ ഒരു ചെറിയൊരു ലുക്ക് കാണിക്കട്ടെ. കണ്ടോ ബേവാച്ചൊക്കെ ആയിട്ട് ഈ മന്ത്രം ബീച്ചിൽ ഇങ്ങനെയുള്ള 2-3 ബീച്ചുകളിൽ ഇപ്പോൾ നമ്മൾ മോർജിമൊക്കെ വന്നില്ലേ. അപ്പോൾ മന്ത്രം ഇവിടെയൊന്നും ഇന്ത്യൻ ഗസ്റ്റ് വളരെ കുറവായിരിക്കും. ഇവിടെ എല്ലാം ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ ബീച്ചുകളിൽ വരിക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ സമ്മാനിക്കുന്നത് കംപ്ലീറ്റ്. സോ അതുകൊണ്ട് ആണ് ഈ ബീച്ചിന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മിക്കവാറും ഇവിടെ ഫോറിനേഴ്സ് മാത്രം വരുന്നതിൻ്റെ കാരണം. ഇവിടുത്തെ ഓരോ ബീച്ചിനും ഓരോ ടൈപ്പ് ബ്യൂട്ടിയാണെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ ബ്യൂട്ടി കാണിക്കട്ടെ. വേണ്ട, നല്ല വെള്ള കളർ മണലാണ് ഇവിടെ. നല്ല വൈറ്റ് കളറുള്ള മണൽ. വേണ്ട, ആ പാലവും ആ നീലാകാശവും അതിൻ്റെ മുകളിലുള്ള മലയും കൂടി ഉണ്ടാവുന്ന ഒരു ഇതെങ്ങനെയുണ്ട്. കുറച്ചും കൂടി നമ്മളിപ്പോൾ കയറി വന്ന പാലത്തിന് പോലെ തന്നെ ഒരു മരപ്പാലം ആണത്. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ നമുക്കതിൻ്റെ വേറിട്ടൊരു ബ്യൂട്ടി കാണാം. കണ്ടോ, ഇനി ഒരു രസം. ഇവിടെ തിണ്ട് കണ്ടോ. ആ തിണ്ടിലൊരു ഡിസൈൻ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. നല്ല രസമുള്ള ഡിസൈൻ ഉണ്ട് ആ തിണ്ടിൽ. വേണ്ട, എന്ത് രസമെന്നൊക്കെയാ ആ ഡിസൈൻ. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ഇറങ്ങി അവിടെ നിന്ന് കാണിച്ചത്. രസമല്ലേ നോക്കി. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. നമ്മൾ ഇതിലൂടെ കുറച്ച് നേരം ഒന്ന് നടന്നു നോക്കാം. അപ്പുറത്ത് കുറച്ച് കാറ്റാടികളൊക്കെ ഉണ്ട്. കാറ്റാടികൾ നമ്മളെ ലാൻഡ്സ്കേപ്പ്. നമുക്ക് താഴത്ത് കൂടെ നടക്കാനുള്ളൊരു പാത കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ നോക്കി. കണ്ട, ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ട. ഇനി നമ്മളവിടെ കുറച്ച് കാറ്റാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അത് നമ്മൾ കാണാത്തതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കടൽ തീരത്ത് കാണുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിന് വേറൊരു ബ്യൂട്ടിയാണ്. അതിന് കാരണം നമ്മൾ കുറേ കിലോമീറ്ററുകൾ താണ്ടിയല്ലേ ഇവിടെ വന്നേ. അപ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ? സോ ആ കാറ്റാടിയുടെ ഇടയിൽ ഇപ്പോൾ മനസ്സിലായോ കാറ്റാടിയുടെ ബ്യൂട്ടി എന്താണെന്ന്? ആ കാറ്റാടിയുടെ ഇടയിൽ ഒരു ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? നൈസല്ലേ? അതാ ബീച്ച് റിസോർട്ടിൻ്റെ പേരാണ് ഇവിടെ. വൈലാങ്കണ്ണി ബീച്ച് റിസോർട്ട് മാൻഡ്രേം. ചിക് ശാന്തി ഹോംസ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ
ശാന്തി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരിക. എൻ്റെ വൈറ്റ് ബ്യൂട്ടിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. വേണ്ട ഇനിയിപ്പം നമുക്ക് പയ്യെ ഒന്ന് തിരിച്ച് നടക്കാം. അപ്പോൾ എന്താണ് വ്യത്യാസം കാണാൻ പോകുന്നതെന്ന് കാണണ്ടേ. ഒരു ലാൻഡ്സ്കേപ്പിലൊരു മരം കിടക്കുന്നതല്ലേ, അതിൻ്റെ അതിൽ കൂടെ ആ വെള്ള കളറിലുള്ള ആ മണലാണ് എന്നെ ഇവിടെ വരുമ്പോൾ കൊതിപ്പിച്ചത്. ശരിക്കും വെറുതെ അല്ല അവർ ഇതൊരു ശാന്തി തീരം എന്ന പേര് ഇട്ട് വിളിക്കുന്നതിൻ്റെ കാരണം. ശരിക്കും ഇതൊരു ശാന്തി തീരം തന്നെയാണ്. മറ്റുള്ള ബീച്ചുകളിൽ കാണുന്ന ഒരു ഇതും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ അധികം ആളുകൾ വരികയോ അല്ലെങ്കിൽ ആളുകൾ ഇവിടെ ഇരുന്നിട്ട് കൂടുതൽ ക്രൗഡാവുകയോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റപ്പെട്ട് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ വളരെ ഒറ്റപ്പെട്ടാണ് ഇവിടെ നടക്കുക. എൻ്റെ ഒരു ഫീൽ കാണിച്ചല്ലേ. നല്ല ലാൻഡ്സ്കേപ്പാണ്. ഇനി നമുക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ബീച്ച് സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്, സൺബെഡ്സ്, റൂംസ്, അങ്കിത് പൂൾ, യോഗ, സ്പാ. ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ നമ്മൾ പയ്യെ അതിലൂടെ നമ്മൾ ആ പാലത്തിലൂടെ നമ്മൾ തിരിച്ച് നടക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് നമ്മളവിടെ അവരുടെ ഒരു കോട്ടേജസൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പുല്ല് കൊണ്ടുള്ള കോട്ടേജസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അല്ല വൈക്കോലാണ്, പുല്ലല്ല എന്ന് തോന്നല്ലേ. വൈക്കോലാണ്, വൈക്കോല്. ഇവിടെയുണ്ട് താഴത്ത് കണ്ടോ മനോഹരമായിട്ടുള്ള എന്താ ഇത് രസമാണെന്ന് നോക്കി. എന്താ ഇനി നമ്മൾ ആ പാലത്തിൽ കൂടെ നമ്മൾ തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ബീച്ച് സ്ട്രീറ്റ് ഇക്കോ റിസോർട്ട് ആൻഡ് സ്പാ. നമ്മൾ ഈ കൊമ്പും കുഴലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണിപ്പോൾ. അവർക്ക് തന്നെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ നമ്മളെ പണി നോക്കി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. അത് രസമല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകണം. ഇവിടെ കുറേ ചെടികളൊക്കെ അവർ വച്ചിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് സാധനത്തിനൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും വരുന്നത്. ഇപ്പം ഞാൻ കാണാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് അങ്ങോട്ടുള്ള വഴി. വേണ്ട രസമല്ലേ നോക്കി. ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഈ ബീച്ചിൻ്റെ പേര് മന്ത്രം എന്നാണ്. മന്ത്രം ബീച്ച് ആരമ്പോൾ ബീച്ചിൻ്റെ അടുത്താണത്. ഫോറിനേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മന്ത്രം ബീച്ചിൽ വരിക. അപ്പോൾ കാരണം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ആഗ്രഹിക്കുന്നവർക്കാണ് മന്ത്രം ബീച്ച് ഉപകാരപ്പെടുക. അല്ല ഒരു സെലിബ്രേഷൻ മൂഡിൽ വരുന്നവർക്ക് മന്ത്രം ബീച്ച് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ബട്ട് സോ നമ്മളിപ്പോൾ ഇവിടെ നിന്നും ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.